ഹായ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ബേസ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഓർ നേവ് ബേസ് അൽഗോരിതം എന്താണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം പലതും നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ അൽഗോരിതം പല ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഉണ്ട്. ഒന്ന് നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഉണ്ട്. ബേസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഉണ്ട്. KNN എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഉണ്ട്. SVM എന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗിക്കും. അതിൽ ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതമാണ് ബേസ് ക്ലാസിഫയർ അല്ലെങ്കിൽ നേവ് ബേസ് അൽഗോരിതം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ നേവ് ബേസ് അൽഗോരിതം എന്ന് പറയുന്നത്? ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബേസ് തിയറം ഇൻ പ്രോബബിലിറ്റി തിയറി. പ്രോബബിലിറ്റി തിയറിയിലെ ബേസ് തിയറത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബേസ് ക്ലാസിഫയർ അല്ലെങ്കിൽ നേവ് ബേസ് അൽഗോരിതം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ബേസ് അൽഗോരിതം അല്ലെങ്കിൽ ബേസ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത് ഒരു മൾട്ടി ക്ലാസ് ഡാറ്റാ സെറ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് മൾട്ടി ക്ലാസ് ഡാറ്റാ സെറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞത് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. ഒന്നുകിൽ ഫോർ എക്സാമ്പിൾ ഒരു ട്യൂമർ ഉണ്ടോ ട്യൂമർ ഇല്ലയോ. അപ്പോൾ രണ്ട് ഔട്ട്പുട്ട് ക്ലാസ് ലേബിൾസ് രണ്ടെണ്ണേ ഉള്ളൂ. ചില ഡാറ്റാ സെറ്റിൽ ഔട്ട്പുട്ട് ക്ലാസ് ലേബിൾസ് മോർ ദാൻ 2 കാണും. ഉദാഹരണത്തിന് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഒരു ഫ്രൂട്ട്, പല ഫ്രൂട്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഡാറ്റാ സെറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഫ്രൂട്ടിൻ്റെ ഔട്ട്പുട്ട് ക്ലാസ് ലേബൽ ഫോർ എക്സാമ്പിൾ ഓറഞ്ച്, ആപ്പിൾ, ബനാന, കിവി, ഈ 4 ഔട്ട്പുട്ട് ക്ലാസ് ലേബിൾസ് ഉണ്ടെന്ന് വിചാരിക്കും ഒരു ഡാറ്റാ സെറ്റിൽ. അപ്പോൾ ഈ തരത്തിലുള്ള ഡാറ്റാ സെറ്റിനെ നമ്മൾ മൾട്ടി ക്ലാസ് ഡാറ്റാ സെറ്റ്സ് ആയിരിക്കും. അപ്പോൾ ബേസ് ക്ലാസിഫയർ അല്ലെങ്കിൽ നേവ് ബേസ് അൽഗോരിതം ഏത് തരം ഡാറ്റാ സെറ്റിനെയാണ് അപ്ലൈ ചെയ്യുന്നത്? അതായത് മൾട്ടി ക്ലാസ് ഡാറ്റാ സെറ്റ്സ് ഉള്ള ഡാറ്റാ സെറ്റിനെ ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, so this is an algorithm for classifying multi-class data sets. ഇനി അടുത്തൊരു പോയിന്റ് ഇതിനെപ്പറ്റി പറയുന്നത്, ഈ ബേസ് അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡാറ്റാ സെറ്റ് ലീനിയർലി സെപ്പറബിൾ ആയിരിക്കണം. ഡാറ്റാ സെറ്റ് ഷുഡ് ബി ലീനിയർലി സെപ്പറബിൾ. എന്താണ് ലീനിയർലി സെപ്പറബിൾ എന്ന് പറയുന്നത്? ദ ഡാറ്റാ സെറ്റ് ഷുഡ് ബി ലീനിയർലി സെപ്പറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനകത്ത് ആ ഡാറ്റ പോയിൻറ്റ്സിനെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പോൾ ലീനിയർലി സെപ്പറബിൾ ആയിട്ടുള്ള ഡാറ്റ പോയിൻറ്റ്സ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ബേസ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഉപയോഗിക്കാം. എന്താണ് ലീനിയർലി സെപ്പറബിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ പോയിൻറ്റ്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ദിസ് ഓൺലി ഫോർ യുവർ ഇൻഫറൻസ്. സപ്പോസ് ഒരു ഡാറ്റ സെറ്റിനെ നമ്മൾ പ്ലോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിനകത്തൊരു 3 ക്ലാസ് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദീസ് ക്ലാസ് ഓഫ് ഡാറ്റ ക്യാൻ ബി ലീനിയർലി സെപ്പറബിൾ. കണ്ടോ, ഇങ്ങനെ യു ക്യാൻ റൈറ്റ് എ ക്ലാസിഫയർ ദാറ്റ് ക്യാൻ എക്സാക്ട്ലി ക്ലാസിഫൈ ദീസ് ഡാറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റ പോയിൻറ്റ്സ് ഉള്ള ഡാറ്റ സെറ്റ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനകത്ത് നമുക്ക് നേവ് ബേസ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇനി നേവ് ബേസ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം വേറൊരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഡാറ്റാ സെറ്റ് എടുക്കുക. ഫോർ യുവർ റെഫറൻസ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ ഡാറ്റാ സെറ്റ്. ആ ഡാറ്റാ സെറ്റിലെ ഡാറ്റ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കും.
ഇതൊരു 2 ക്ലാസ്സുള്ള ഡാറ്റ സെറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ഡാറ്റ സെറ്റിനെ നമുക്ക് ലീനിയർലി സെപ്പറബിൾ എന്ന് പറയാൻ പറ്റും. ഇതിനകത്ത് ഒരു ക്ലാസ് ബിലോങ് ചെയ്യുന്ന ഡാറ്റ സെറ്റാണ് പ്ലസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്, വേറൊരു ക്ലാസ് ഡാറ്റ സെറ്റിനെ നമ്മൾ സർക്കിളായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിനെ നമുക്ക് ലീനിയറായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെയ്വ് ബേസ്ഡ് ക്ലാസിഫയർ അല്ലെങ്കിൽ ബേസ്ഡ് ക്ലാസിഫയർ അൽഗോരിതം ബേസിക്കലി ലീനിയർലി സെപ്പറബിൾ ആയിട്ടുള്ള ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് 2 പോയിന്റ് എബൌട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാകണം ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് നെയ്വ് ബേസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏത് സിറ്റുവേഷനിൽ നമുക്ക് അതർ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. അപ്പോൾ ഈ ലീനിയർലി സെപ്പറബിൾ അല്ലെങ്കിൽ നമ്മൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് KNN അൽഗോരിതം ഫോർ നോൺ ലീനിയർലി സെപ്പറബിൾ ഡാറ്റ. അതെന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏത് തരം ഡാറ്റ സെറ്റിനകത്താണ് നമ്മൾ നെയ്വ് ബേസ് അൽഗോരിതം ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയുന്നത് ഈ ബേസ് തിയറത്തിനെ അടിസ്ഥാനപ്പെടുത്തുന്ന ബേസ് തിയറം ഇൻ പ്രോബബിലിറ്റി തിയറിയെ അടിസ്ഥാനപ്പെടുത്തി കുറേ ബേസിക്സ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബേസ് തിയറം പറയുന്നതിന് മുമ്പേ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിനെ 3 ഫേസ് ആയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഫേസിൽ നമ്മൾ ബേസ് തിയറം എന്താണെന്ന് പ്രോബബിലിറ്റി തിയറി പഠിക്കുന്നു. ബേസ് തിയറം എന്താണെന്ന് പഠിക്കണമെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് പറയുന്നു, അത് കഴിഞ്ഞ് ബേസ് തിയറം എന്താണെന്ന് പറയുന്നു. ഈ തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നെയ്വ് ബേസ് അൽഗോരിതം ഉപയോഗിച്ചുള്ള ബേസ് ക്ലാസിഫയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ബേസ് ക്ലാസിഫയർ അൽഗോരിതം പറയുന്നു. ഇതിനെ ഒരു 3 ഫേസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബേസ് തിയറം ഇൻ പ്രോബബിലിറ്റി തിയറി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെ ബേസ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ബേസ് ക്ലാസിഫയർ അല്ലെങ്കിൽ നെയ്വ് ബേസ് അൽഗോരിതം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. അതിന് 1 മോർ വീഡിയോ, അതിനകത്ത് 3ാമത്തെ വീഡിയോയിൽ ആ ബേസ് ക്ലാസിഫയർ ഉപയോഗിച്ച് പല എക്സാമ്പിൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നു. ഈ 3 വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബേസ് തിയറത്തിനകത്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് പറയുന്നു. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ് എ ഗിവൺ ദാറ്റ് ആൻ ഇവന്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ് ഈസ് കോൾഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ ഗിവ്സ് ബി. ഓക്കെ, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ, നമ്മൾ ഒരു വെതർ പ്രഡിക്ഷൻ സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിനകത്ത് ഞാനൊരു ഇവൻറ്റ് പറയുന്നു, നാളെ റെയിനി എ ബി ആൻ ഇവൻറ്റ് സെയിങ് ദാറ്റ് നാളെ റെയിനി ആയിരിക്കും, നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് മെഷർ ചെയ്യുന്നു. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റിന് ഒരു കട്ട് ഓഫ് വെക്കുന്നു. ഓക്കെ, മോയ്സ്ചർ കണ്ടന്റ് ഈ ആ കട്ട് ഓഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഡാറ്റ സെറ്റിൽ നിന്ന് ഞാനൊരു ഫീച്ചർ എടുക്കുകയാണ്, മോയ്സ്ചർ കണ്ടന്റ്. പ്രോബബിലിറ്റി ദാറ്റ് ഞാൻ പറയുന്നു പ്രോബബിലിറ്റി ദാറ്റ് എ റെയിൻ ഒക്കേഴ്സ് if the moisture content is greater than cutoff. ഒരു കട്ട് ഓഫ് വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മേളിൽ വരുമ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത എന്താണ്, അതാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി അനുസരിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഓൾറെഡി കറൻ്റ്ലി എന്താണ് ഇതിൻ്റെ കട്ട് ഓഫ് വാല്യൂവിൽ കൂടുതലാണ് ഈ പർട്ടിക്കുലർ മോയ്സ്ചർ കണ്ടന്റ്. അപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് ഒരു വെതർ ഫോർകാസ്റ്റിംഗ് വെച്ച് ഒരു സെൻസർ ഉപയോഗിച്ച് മോയ്സ്ചർ കണ്ടന്റ് മെഷർ ചെയ്തു. ആ മോയ്സ്ചർ കണ്ടന്റ് മെഷർ ചെയ്ത വാല്യൂ ഈ കട്ട് ഓഫിനേക്കാൾ കൂടുതലാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇന്ന് മഴ പെയ്യാനുള്ള എ ഇസ് ദ പ്രോബബിലിറ്റി റെയിനി എന്ന് പറഞ്ഞ ഇവൻ്റാണ്. ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ് പ്രോബബിലിറ്റി. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ പറയും? പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് റെയിൻ ഒക്കേഴ്സ് സച്ച് ദാറ്റ് the moisture content is greater than a particular value.
ഇപ്പോഴത്തെ കറണ്ട് മൊട്ടിക്കൽ വാല്യൂ. അപ്പോൾ ഈ പ്രോബബിലിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഈ പ്രോബബിലിറ്റി വാല്യൂവിന് ഒരു കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫിന് മേളിലാണെങ്കിൽ എന്ത് പറ്റും? മെഷീൻ ലേണിംഗ് അൽഗോരിതം പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ശരിക്കും നേവി ബേസിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ദ കോൺസെപ്റ്റ് ഓഫ് വാട്ട് ഈസ് കോൾഡ് ആസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇനി ഞാൻ അടുത്ത ഒരു കോൺസെപ്റ്റ്, അപ്പോൾ ഇതാണ് ശരിക്കും ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. P of A given B is equal to A such that B already occurs. ഇതിൻ്റെ മീനിങ് എന്താണ്? Probability of an event A occur such that B already occurs. B എന്ന് പറഞ്ഞ ഇവന്റ് ഓൾറെഡി ഉണ്ട്, അതിൽ A ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഞാൻ അടുത്ത ഒരു കമ്മിങ് എക്സാമ്പിളിൽ ഞാൻ പറയുന്നുണ്ട്. ഒരു let A be the probability that ഒരു ഡാറ്റാ സെറ്റിൽ നോക്കിയാൽ ലിവർ പേഷ്യൻസ്, അതായത് മദ്യപിക്കുന്ന ആളുകൾ, നമ്മളൊരു ഡാറ്റാ സെറ്റിൽ എടുക്കുന്നു, ആ ആൾ മദ്യപാനാണ്. മദ്യപിക്കുന്ന ആളുകൾക്ക് ലിവർ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ഓൾറെഡി ആ ഡാറ്റാ സെറ്റിൽ നമ്മൾ കൊടുക്കുന്ന ആ ഫീച്ചറിനകത്ത് ആൾ മദ്യപാനിയാണ്, ദാറ്റ് ഈസ് ബി. The probability that he suffers from liver disease, that is P of A giving B. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി വാല്യൂ ഒരു കട്ട് ഓഫിന് മേളിലായി കഴിഞ്ഞാൽ, ആ കട്ട് ഓഫ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദ ഡാറ്റാ സെറ്റ്. ആ കട്ട് ഓഫിന് മേളിൽ ആ പ്രോബബിലിറ്റി വാല്യൂ വരുമ്പോൾ സിസ്റ്റം എന്ത് പ്രഡിക്റ്റ് ചെയ്യും? ഹി മേ ബി ഹാവിങ് ലിവർ ഡിസീസ് എന്ന് പ്രഡിക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ആ പ്രോബബിലിറ്റി വാല്യൂ വെച്ചാണ് നമ്മൾ ആ പ്രോബബിലിറ്റി വാല്യൂ എങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു? ആ കട്ട് ഓഫ് വാല്യൂ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പാസ്റ്റ് ഡാറ്റയെ ലേൺ ചെയ്തതിന് ശേഷമാണ് ആ കട്ട് ഓഫ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് വാലിഡേഷൻ സെറ്റിൽ ഓരോ ഡാറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ഇന്ന ആൾക്ക് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ കറക്റ്റാണ്. അപ്പോൾ ആക്ച്വൽ വാല്യൂയും എക്സ്പെക്റ്റഡ് വാല്യൂയും തമ്മിലുള്ള പ്രെഡിക്റ്റഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബേസ്ഡ് ക്ലാസിഫയറിൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം കണ്ടീഷണൽ പ്രോബബിലിറ്റി വാല്യൂസ് വിത്ത് റെസ്പെക്ട് ടു ദ ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല ഇൻഫറൻസുകളും എടുക്കാൻ സാധിക്കും. സോ നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഇതാണ് ബേസിക്സ് ആണ്. ബേസ് തിയറം ബേസ് തിയറം കഴിഞ്ഞിട്ടാണ് നേവ് ബേസ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം പറയുന്നത്. P of A intersection B is equal to P of A into P of B. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ബേസ് തിയറത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസംഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഡാറ്റാ സെറ്റിൽ ഉപയോഗിക്കുന്ന ഓരോ ഫീച്ചേഴ്സും ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് അർത്ഥം. ഓരോ ഫീച്ചേഴ്സും ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് അർത്ഥം. ആ ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ നേവ് ബേസ് ക്ലാസിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ P of A intersection B is equal to P of A into P of B. ഇനി അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇവൻ്റ് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. ഇനി 3 ഇവൻറ്റ്സ് എടുക്കുക. എയും ബിയും സിയും പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ P of B intersection C is equal to P of B into P of C. P of C intersection A is equal to P of C into P of A. P of A intersection B is equal to P of A into P of B. അങ്ങനെയാണെങ്കിൽ ഇത് പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. സോ ബി സി സി എ എ ബി, ഇത് മൂന്നും ഓരോ എല്ലാ പെയേഴ്സും എടുക്കും. ഈ പെയേഴ്സിനകത്ത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് പറയും? ദേ ആർ കോൾഡ് ആസ് പെയർ വൈസ് ഇൻഡിപെൻഡൻറ്റ്. ഇനി എയും ബിയും സിയും മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ പെയർ വൈസ് ഇൻഡിപെൻഡൻറ്റും ആകണം, ഇതിൻ്റെ കോമ്പിനേഷനിലും ഇൻഡിപെൻഡൻ്റ് ആകണം. അങ്ങനെയാണെങ്കിൽ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആകത്തുള്ളൂ. അപ്പോൾ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആയാൽ മാത്രമേ നമ്മൾ ആ ഒരു അസംഷനിലാണ് നമ്മൾ ബേസ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കമ്മിങ് വീഡിയോസിലേ പറയുന്നുള്ളൂ. അപ്പോൾ P of B intersection C is equal to P of B into P of C. P of C intersection A, P of C into P of A. P of A intersection B is equal to P of A into P of B. P of A intersection B intersection C is equal to P of A into P of B into P of C. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ
എ ബി സി ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എൻ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണെങ്കിൽ ആ എൻ ഫീച്ചേഴ്സ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ദ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഇവൻറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഫീച്ചർ ഈസ് ഇൻഡിപെൻഡൻറ്റ് എമംഗ് അതേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. In general, a family of k events a1, a2, etc. up to ak is to be mutually independent if any of the subfamily consisting of we have p of a1, etc. up to am. ഇത് സെയിം ആണെങ്കിൽ എന്താണ്? These are mutually independent. ഇത്തരം കാര്യമാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻസിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇൻഡിപെൻഡൻറ്റ് ഇവൻസിനെ കുറിച്ച് കുറച്ച് പ്രോബബിലിറ്റി സംഭവങ്ങളാണ് ഇനി പറയുന്നത്. ഇതൊരു ഡയഗ്രമാണ്. ഈ ഡയഗ്രത്തിനകത്ത് 3 ഇവൻറ്റ്സ് അതിൻ്റെ പ്രോബബിലിറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്? എയും ബിയും എടുക്കാം. ലെറ്റ് us assume that p of a intersection b. p of a intersection b എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്? ഇത് എ, ഇത് ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ വരും. അതിൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 6/40 പ്ലസ് 4/40. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 6/40 പ്ലസ് 4/40 വിച്ച് ഈസ് ഈക്വൽ ടു 10/40 വിച്ച് ഈസ് ഈക്വൽ ടു 1/4. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഇനി വാട്ട് ഈസ് പി ഓഫ് എ? പി ഓഫ് എ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കാം. ഇതിനകത്ത് എ മാത്രം എടുക്കുക, അതിനകത്തുള്ള ഇതിൻ്റെ എല്ലാം കൂടെ സം ചെയ്യുക. 6/40 പ്ലസ് 4/40 പ്ലസ് 1/40 പ്ലസ് 9/40. ദാറ്റ് ഈസ് പി ഓഫ് എ. സോ ലെറ്റ് us write what is p of a. p of a is equal to 6/40 plus 4/40 plus 1/40 plus 9/40. അപ്പോൾ എത്ര കിട്ടി? we will get 20/40 which is equal to 1/2. Okay, and what is p of b? Probability of b എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ you can find the probability of b. ബി എന്ന് പറയുമ്പോൾ ഈ 9 ബിക്കകത്ത് മാത്രമുള്ള ഏതൊക്കെയാണ്? 9/40, 1/40, 4/40, 6/40. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മാണ് പ്രോബബിലിറ്റി ഓഫ് ബി. അതങ്ങനെ that can be done as which is equal to 9/40 plus 1/40 plus 4/40 plus 6/40. അപ്പോൾ എത്ര കിട്ടി? which is equal to 20/40 which is equal to 1/2. So p of a into p of b എത്ര കിട്ടി? So p of a into p of b is equal to 1/2 into 1/2 which is equal to 1/4. So which is equal to p intersection a, p of a intersection p. So അപ്പോൾ നമുക്ക് എന്ത് പറയാം? നേരത്തെയുള്ള 6.1 എന്ന് പറഞ്ഞ ഇക്വേഷൻ 6.3 എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ലെറ്റ് us consider the next case regarding similarly you can find out b intersection p of b intersection c is equal to p of b into p of c കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. So let us try. So we need to prove that p of b intersection c is equal to p of b into p of c. So p of b intersection c എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റീജിയൻ ആണ്. p of b intersection c എന്ന് പറയുമ്പോഴത്തേക്കും this is b, this is c. This region is p of b intersection c. Okay, which is equal to 4/40 plus 1/40. So p of b intersection c is equal to 4/40 plus 1/40 which is equal to 5/40 which is equal to 1/8.
ഇനി പി ഓഫ് ബി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ പി ഓഫ് ബി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 20/40, which has already been calculated, which is equal to 1/2. പി ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് സി എന്ന് പറയുമ്പോൾ it is this 4/40 plus 1/40 plus 4/40 plus 1/40, which is equal to 10/40. 10/40 is equal to 1/4. So P of C is equal to 10/40, which is equal to 1/4. Then P of B into P of C is equal to P of B into P of C is equal to 1/4 into 1/2. 1/4 into 1/2, which is equal to 1/8, and hence P of B intersection C is equal to P of B into P of C. So equation 6.1 is also satisfied. Okay, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി let us check for equation A intersection B and B intersection C കൊടുത്തു. Now let us check for A intersection C also, whether it is same or not. Similarly നമുക്ക് P of A intersection C യും നോക്കാം. P of A intersection B intersection C. A intersection B intersection C എന്ന് പറയുമ്പോൾ ഈ റീജിയൻ വരും, which is 4/40. 4/40 is equal to P of A into P of 4/40 is equal to, which is equal to 1/10, which is equal to P of A into P of B into P of C. But equation 6.4 not satisfied. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. So let us try that point also. P of A intersection B intersection C is equal to എന്ത് കിട്ടും? A intersection B intersection C എന്ന് പറഞ്ഞാൽ എയും ബിയും എന്ന് പറയുമ്പോഴത്തേക്കും ഈ റീജിയൻ ആണ്. സിയും കൂടെ വരുമ്പോൾ this is the region. So it will be equal to 4/40. So it will be 4/40. P of A എത്രയാണ്? P of A എന്ന് പറയുന്നത് 20/40, which is equal to 1/2. P of B എന്ന് പറഞ്ഞാൽ that is also 20/40, which is equal to 1/2. P of C എന്ന് പറഞ്ഞാൽ എത്രയാണ്? P of C is equal to 10/40, which is equal to 1/4. So 1/2 into 1/4, which is equal to 1/16. This is equal to P of A intersection B intersection C is 1/10. So P of A intersection B intersection C not equal to P of A into P of B into P of C. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? These three events are not mutually independent events. അല്ല. But these three events are pairwise independent. ഇത് pairwise independent ആണ്, പക്ഷേ mutually independent അല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. So this is an example to understand the difference between mutually independent events as well as pairwise independent events. ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത്, ഇത് അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഇതിനകത്ത് നമുക്ക് പറയാം, ഇതിനകത്ത് എ ബി ഇവൻസ് എ ബി സി വിച്ച് ആർ നോട്ട് മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. ഇതിനകത്ത് എ ബി സി മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് അല്ല. സോ equation 6.4 is, but equation 6.1 to 6.2 are not satisfied. അപ്പോൾ ഇത് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് അല്ല, ബിക്കോസ് 6.4 equation 6.4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് P of A intersection B intersection C is equal to P of A into P of B into P of C. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് P of A intersection B is not equal to P of A into P of B, as well as P of B intersection C is not equal to P of B into P of C, and also P of C intersection A is not equal to P of C into P of A. So
we can say that ABC events ABC are not mutually independent. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് we will discuss about Bayes theorem. ഈ ബേസ് തിയറത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് ബി രണ്ട് ഇവൻറ്റ്സ് എ ആൻഡ് ബി വി ടു ഇവൻറ്റ്സ് ഇൻ എ റാൻഡം എക്സാമ്പിൾ. ഇഫ് പേ ഓഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0, പി ഓഫ് ബി ഗിവൺ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ദാറ്റ് ദ ഇവൻറ്റ് ബി occurs such that A already occurs. A already occur ആണ്, പക്ഷേ അതിനകത്ത് ബി വരാനുള്ള ഇവൻറ്റ് ബി വരാനുള്ള സാധ്യത, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അതിനെ നമ്മൾ വേറൊരു പേരിൽ പറയും ലൈക്ലിഹുഡ് ഓഫ് ബി ഗിവൺ എ എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലൈക്ലിഹുഡ് ഓഫ് ബി ഗിവൺ എ, വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പ്രോബബിലിറ്റി ദാറ്റ് ഓഫ് ദി ഒക്കറൻസ് ഓഫ് ഇവന്റ് എ സച്ച് ദാറ്റ് ബി ഓൾറെഡി ഒക്കേഴ്സ്. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ബി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എ. ഇതിനകത്ത് എ എന്ന് പറയുന്നതിനെ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നു, ബി എന്ന് പറയുന്നതിനെ എവിഡൻസ് എന്ന് പറയുന്നു. പി ഓഫ് എനെ നമ്മൾ പ്രയർ പ്രോബബിലിറ്റി ഓഫ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നു. പി ഓഫ് ബിനെ പ്രയർ പ്രോബബിലിറ്റി ഓഫ് എവിഡൻസ് എന്ന് പറയുന്നു. പി ഓഫ് എ ഗിവൺ ബിനെ നമ്മൾ എന്ത് പറയുന്നു, പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നു. പി ഓഫ് ബി ഗിവൺ എനെ നമ്മൾ എന്ത് പറയുന്നു, ലൈക്ലിഹുഡ് ഓഫ് ബി ഗിവൺ എ. ഇതാണ് നമ്മൾ ബേസ് തിയറത്തിൽ പറയുന്നത്. നമ്മൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ബേസ് തിയറം പറയുന്നത്. അപ്പോൾ ഈ ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഒരു മീനിങ് എന്താണ്, ഇന്ന ക്ലാസ് ലേബൽ, ഒരു ഡാറ്റ സെറ്റിനെ സംബന്ധിച്ച് ഇന്ന ക്ലാസ് ലേബൽ ആകാനുള്ള സാധ്യത, സച്ച് ദാറ്റ് ഇന്ന പർട്ടിക്കുലർ ഇവന്റ് ഒക്കേഴ്സ്, ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഇത് വരാനുള്ള സാധ്യത, ഇന്ന ക്ലാസ് വരാനുള്ള സാധ്യത. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ BMI ഇൻഡെക്സ് പറയാം. BMI ഇൻഡെക്സ് നേരത്തെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞായിരുന്നു, ROC കർവ്. BMI ഇൻഡെക്സിൻ്റെ വാല്യൂ ഇന്ന റേഞ്ചിനുള്ളിൽ വരുന്നതിൽ ക്യാൻസർ പേഷ്യൻ്റ് വരാനുള്ള സാധ്യത, ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ലൈക്ലിഹുഡ് ഓഫ് ബി ഗിവൺ എ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊരു പ്രോബ്ലത്തെയും, നമുക്ക് ഏതൊരു മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷനെയും നമുക്ക് ഇതുപോലെ രേഖപ്പെടുത്താൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ഈസ് കോൾഡ് ആസ് എ ബേസ്. അതിനകത്ത് ഒറ്റ ക്രൈറ്റീരിയ ആയിരിക്കണം, ഡാറ്റ സെറ്റിലെ ഓരോ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഓരോ പോയിന്റ്സും ഡാറ്റ പോയിന്റ്സും ലീനിയർലി സെപ്പറബിൾ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ബേസ് തിയറം ടു ഫൈൻഡ് ഔട്ട് ദി classification. You can easily classify the data set using Bayes theorem, or you can give assign class label to a new sample by using Bayes theorem. ഇനി ഇത് വെച്ച് ചില പ്രോബ്ലംസ് നമ്മൾ പഠിക്കാനുണ്ട്. പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഒരു പോയിന്റും കൂടെ ഇതിനകത്ത് ജനറലൈസേഷൻ ആയിട്ട് പറയുന്നു. ലെറ്റ് ദ സാമ്പിൾ സ്പേസ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിസ്ജോയിന്റ് സെറ്റ്സ് B1, B2 etc. up to Bn and A be any event, then we have P of Bk such that A already occurs. B of Bk such that A already occurs is equal to P of A given Bk into P of Bk divided by summation of P of A given Bi into P of Bi. This is the generalization. ഇത് നമ്മൾ ബേസ് തിയറത്തെ ഇച്ചിയും കൂടെ ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഈ പി ഓഫ് എക്ക് പകരം ഇപ്പം നമ്മൾ ബേസ് തിയറത്തിനകത്ത് നമ്മൾ പറയുന്നതിനകത്ത് ഇതിനകത്ത് പി ഓഫ് എ ഗിവൻ 2 ക്ലാസ്സേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് K ക്ലാസ് വെച്ചിട്ട് നമ്മൾ ജനറലൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, K ക്ലാസ് വെച്ച് ഈ പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ക്ലാസ്സസ്, അതാണ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നേരത്തെ പറഞ്ഞ ആ പെർട്ടിക്കുലർ ഇക്വേഷനെ ഇച്ചിരി കൂടെ ജനറലൈസ് ചെയ്ത്
ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സ് ഉള്ള ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ഉള്ള ഒരു സാമ്പിൾ സ്പേസിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ദർ ഇസ് നോ നത്തിങ്. അപ്പോൾ ഇതിനകത്ത് പി ഓഫ് എ, നേരത്തെ ഇതിനകത്ത് പി ഓഫ് എ പറഞ്ഞിരുന്നതിന് പകരം ഇതിനകത്ത് സം ഓഫ് ദി കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് ഓൾ ദി ഇവൻറ്റ്സ്, അതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, product of the conditional probability and this of all the events. അപ്പോൾ ഇതാണ്, ദിസ് ഈസ് ഓൾസോ ആൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇത് ഉപയോഗിച്ച്, ഈ രണ്ട് കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഓക്കെ, ലെറ്റ് us take the first case. Consider a set of patients coming in a certain clinic. Let A denote the event that patient has liver disease. P of A എന്ന് പറഞ്ഞാൽ patient have liver disease. And B is an event that patient is alcoholic. B is an event that the patient is alcoholic. ഞാൻ P of P എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോബിലിറ്റി ആണ്, is alcoholic. This is, we can call it as A. This is, we can call it as B. It is known from 10% of the persons entering the clinic have liver disease. അപ്പോൾ പി ഓഫ് എയുടെ വാല്യൂ എന്തായിരിക്കും? സോ പി ഓഫ് എ വിൽ ബി ഈക്വൽ ടു 10%. 10% എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോബിലിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ 0.10 ആണ്. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൻഡ് 5% ഓഫ് ദ പേഷ്യൻസ് ആർ ആൽക്കഹോളിക്സ്. അപ്പോൾ നമ്മൾ എന്താണ്, പി ഓഫ് ബി എന്താണ്, എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 0.05. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.05. This is P of A is equal to P of B. ഇനി ഓൾസോ, ഇനി അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഓൾസോ among these persons diagnosed with liver diseases. So liver disease ഉള്ളതിനാണ് the condition, the event A already occurs. Okay. Also among those patients diagnosed with liver disease ഉള്ള പേഷ്യൻസിൽ വെച്ച്, so the event A already occurred given that a patient is alcoholic. അപ്പോൾ എങ്ങനെ എഴുതണം? So the P of B given A with liver disease 7% are alcoholic. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? It is known from the, ഇത് രണ്ടും പറഞ്ഞു, among the patients diagnosed with liver disease എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിനെ അപേക്ഷിച്ച്, സോ ബി ഓൾറെഡി ഒക്കേർഡ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻറ്റ്, അല്ല, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഷ്യൻറ്റ് വിത്ത് ലിവർ ഡിസീസസ്. ഓക്കെ, സോ എ ഓൾറെഡി ഒക്കേർഡ്. സോ എ ഓൾറെഡി ഒക്കേർഡ്. ഓക്കെ, ഇതിനകത്ത് പറയും among the patients diagnosed with liver disease 7% are alcoholic. ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്റ് ബി ആണ്. പേഷ്യൻ്റ് ഈസ് ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ ഇവന്റ് ഈസ് ബി. സോ ബി സച്ച് ദാറ്റ് എ ഓൾറെഡി ഒക്കേഴ്സ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഷ്യൻ്റ് ഈസ് ആൽക്കഹോളിക് സച്ച് ദാറ്റ് ഹി ഹാസ് ലിവർ ഡിസീസ്. ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിൽ ആൽക്കഹോളിക് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് പറയുന്നത്? 7% എന്നാണ് പറയുന്നത്. സോ പി ഓഫ് ബി ഗിവൺ എ ഇസ് ഈക്വൽ ടു 0.07. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ഹാവ് ലിവർ ഡിസീസ്? അപ്പോൾ ലിവർ ഡിസീസ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ലിവർ ഡിസീസ് ആകാനുള്ള ഇവന്റ് എന്ന് വെച്ചാൽ എ ആണ്. സച്ച് ദാറ്റ് ഹി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ വിത്ത് എ ലിവർ ഡിസീസ്. സോ പി ഓഫ് എ ഗിവൺ ബി എന്താണെന്ന് കണ്ടുപിടിക്കണം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് പി ഓഫ് എ ഗിവൺ ബി. സോ
P of A given B is equal to, നമ്മൾ ബേസ് തിയറം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. P of B given A into P of A divided by P of B. What is P of B given A, which is, you can write it as 0.07 into, what is P of A? P of A is 0.10 into 0.10 divided by, what is P of B? 0.05. അപ്പോൾ നമ്മൾ മുകളിലും താഴെയും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? We can write it as 7 into 10 divided by 0.07. Okay. So you can write, it is approximately equal to 0.07 into 0.10 divided by 0.05. So you can write it like this. We can write 7 into 0.10 divided by 5, which is equal to 0.14. That is the answer for this particular question. അപ്പോൾ ഇതിനകത്ത്, this is an example for the direct use of this Bayes theorem. Bayes theorem ഉപയോഗിച്ച് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം, ഈ ഫോർമുല ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം കെയർഫുൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ എ ഗിവൺ ബിയും ബി ഗിവൺ എ ഒക്കെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ബേസ് തിയറം ക്യാൻ ബി പ്രൂവ്ഡ്. ഇത് വെച്ച് നമുക്ക് പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, the next example is, there are 3 factories in of an electric bulb manufacturing company, produce respectively 35%, 35% and 30% of the total output. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ഓരോ ക്ലാസ് എ ഉള്ളത്, ഫാക്ടറി എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 35%. പ്രോബബിലിറ്റി ദാറ്റ് ഇലക്ട്രിക് ബൾബ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫാക്ടറി എ, അതിനെ നമുക്കൊരു പ്രോബബിലിറ്റി ആയിട്ട് എഴുതാം. അത് നമുക്കിതിനകത്ത് പറയുന്നുണ്ട്. സോ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ്? ദാറ്റ് probability that an electric bulb is manufactured by factory A. Okay, well, that is equal to 0.35. രണ്ടാമത് പറയുന്നു, probability that an electric bulb is manufactured by factory B is again 0.35. So B is equal to 0.35. The probability തരുന്നു. Probability that an electric bulb is manufactured by factory C is equal to, that is, you can write it as P of C is equal to 0.30. ഇത് മൂന്നെണ്ണമാണ് വിചാരിക്കും. ഓക്കെ, ഇനി അപ്രോക്സിമേറ്റ്ലി, ഇനി അടുത്ത പോയിന്റ്, അപ്രോക്സിമേറ്റ്ലി 1.5%, 1% and 2% of the bulbs produced by these factories are known as defective. Okay, അപ്പോൾ ഡിഫക്റ്റീവ് എത്രയാണ്? ഫാക്ടറി എ പ്രൊഡ്യൂസ് ചെയ്ത ബൾബ് ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രോബബിലിറ്റി ദാറ്റ്, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ദാറ്റ് the bulb produced by factory A is defective. That is the probability that a defective bulb is produced by factory A. അതാണ് പറഞ്ഞിരിക്കുന്നത്. Probability that a defective bulb is produced by factory A. So this is called as probability of D given A. Factory A produce ചെയ്യുന്ന ബൾബ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി 1.5% ആണ്. സോ ഇറ്റ് ഈസ് 0.015. ഓക്കെ,
then probability of a defective bulb produced by factory B is 0.1%, so it can be written as 0.01. Probability that a defective bulb is produced by factory C is P of D given C, which is equal to 0.02. Okay. ഇനി എന്താ ഇത്രയും തന്നിട്ടുണ്ട്. ഇഫ് എ റാൻഡംലി സെലക്ടഡ് ബൾബ് മാനുഫാക്ചർഡ് ബൈ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് മാനുഫാക്ചേർഡ് ബൈ ഇൻ ഫാക്ടറി എ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ എ ഗിവൺ ബി ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇഫ് ഒരു ബൾബ് റാൻഡമായിട്ട് സെലക്ട് ചെയ്തു, അത് ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഓൾറെഡി ഡിഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഗിവണിൻ്റെ ഭാഗത്ത് ഡിഫക്റ്റീവ് വന്നു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ബൾബ് വാസ് മാനുഫാക്ചേർഡ് ഇൻ ഫാക്ടറി എ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ദ പ്രോബബിലിറ്റി ദാറ്റ് an already defective bulb is produced in factory A is given by probability of A given D, which is equal to probability of D given A into probability of A divided by you can write it as probability of D, ഞാൻ ജനറലൈസേഷൻ അപ്ലൈ ചെയ്തെഴുതുന്നു, D given A into P of A plus probability of D given B into P of B plus probability of D given C into P of C. ഇത് കിട്ടുമ്പോൾ we will get, നമ്മൾ റാൻഡമായിട്ടൊരു ബൾബ് എടുത്തു, അത് ഡിഫക്റ്റീവ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം ഫാക്ടറി എ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഓൾ അതർ തിങ് ഡയറക്ട്ലി ഫ്രം ദിസ് പർട്ടിക്കുലർ തിങ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? സോ പി ഓഫ് ഡി ഗിവൺ എ എന്ന് പറഞ്ഞാൽ 0.015 ഇൻറ്റു പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഈസ് 0.35 divided by P of D given A is 0.015 into P of A. P of A എന്ന് പറഞ്ഞാൽ 0.35 plus P of D given B. P of D given B is 0.01 into, you can write it as into P of B. P of B is 0.35 plus P of D given C. P of D given C എന്ന് പറഞ്ഞാൽ 0.02 into P of C. P of C is 0.30. So this value will be the conditional probability of A gives D. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിക്കുക. ദിസ് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് A gives D. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെയ്വ് ബേസ്, ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിച്ച് നമുക്ക് നെയ്വ് ബേസ് ക്ലാസിഫിക്കേഷൻ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു ഫോർ ടുഡേയ്സ് സെഷൻ.